നമസ്കാരം. റഷ്യ ചൈന കൂട്ട് വർഷാവർഷം വളർന്നു പന്തലിക്കുകയാണ്. അമേരിക്ക എന്ന പൊതുശത്രുവിനെതിരെ ഇരുവരും ഒന്നിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. റഷ്യ ചൈന ബന്ധം ഇന്ത്യക്ക് പാരയാകുമോ? വളരുന്ന ചൈന റഷ്യ ബന്ധത്തോടുള്ള ഇന്ത്യയുടെ പ്രതികരണം എന്താകും? ഈ ചോദ്യങ്ങൾ ഇപ്പോൾ ദേശീയ അന്തർദേശീയ തലത്തിൽ ശക്തമാവുകയാണ്. ഇതിൽ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചൈന റഷ്യ ഇന്ത്യ ബന്ധത്തിന്റെ പരിണാമം ഇൻഡോ പസഫിക്കിന്റെ വിധി നിർണ്ണയിക്കും എന്നുള്ളതാണ്. റഷ്യ ചൈന ബന്ധത്തെ ഇന്ത്യക്ക് അവഗണിക്കാനാകില്ല എന്നത് വാസ്തവമെന്നിരിക്കെ തന്നെ പുതുതായി കണ്ടെത്തിയ റഷ്യ ചൈന പരിമിതികളില്ലാത്ത സൗഹൃദം ഇന്ത്യ റഷ്യ പങ്കാളിത്തത്തെ ബാധിക്കില്ല എന്നാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞത്. റഷ്യ എന്നും ഇന്ത്യയുടെ ഉത്തമ സുഹൃത്ത് തന്നെയാകും. ഇന്ത്യയുടെ സംശയ കണ്ണുകൾ ചൈനയ്ക്ക് നേരെയാണ് എന്നതാണ് വസ്തുത. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ റഷ്യ ബന്ധത്തിൽ പലതരം അഭിപ്രായങ്ങളാണ് ഉയർന്നു വരുന്നത്. വിശകലന വിദഗ്ധരും നിരൂപകരും സൈനിക മേധാവികളും വ്യത്യസ്തമായ പ്രതികരണങ്ങൾ ഇതിനോടകം തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇന്ത്യയുടെ മുൻ കരസേനാ മേധാവി റിട്ടയർഡ് ജനറൽ എം നർവാനെ ഇന്ത്യക്ക് ചില നിർണായക മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. അതായത് ഇന്ത്യയുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മൂർച്ച കൂട്ടണമെന്നാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയം. റഷ്യയുടെ ചൈനയോടുള്ള ആശ്രിതത്വം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഇൻഡോ പസഫിക്കിൽ റഷ്യ ചൈന ബന്ധവും റഷ്യയും അമേരിക്കയും തമ്മിലുള്ള പോരും, ഇതിനിടയിൽ ഇന്ത്യയുടെ ഈ രാജ്യങ്ങളോടുള്ള സന്തുലിതാവസ്ഥയും പരിശോധിക്കുകയാണെങ്കിൽ 19ാം നൂറ്റാണ്ടിലെ ബ്രിട്ടീഷ് രാഷ്ട്രതന്ത്രജ്ഞനും പ്രധാനമന്ത്രിയുമായ ലോർഡ് പാമർസ്റ്റൺ ഒരിക്കൽ പറഞ്ഞത് ആവർത്തിക്കേണ്ടതുണ്ട്. അതായത്, ഒരിടത്തും സ്ഥിര ശത്രുക്കളും സ്ഥിരമായ സുഹൃത്തുക്കളുമില്ല, മറിച്ച് സ്ഥിരമായ താല്പര്യങ്ങൾ മാത്രമാണുള്ളത്. ആ സ്ഥിതിക്ക് നർവാനെ പറയുന്നത് ഇന്ത്യയുടെ പുതിയ ഗവൺമെന്റ് റഷ്യയെ ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യകത അടിവരയിടണം എന്നുള്ളതാണ്. ഇന്ത്യക്കും റഷ്യയ്ക്കുമിടയിൽ ചൈനയുടെ സാന്നിധ്യം സൂക്ഷിക്കേണ്ടത് തന്നെയാണ്. ചൈനയും റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ത്രികോണ ചലനാത്മകതയിൽ ആഴത്തിലുള്ള ഇന്ത്യ റഷ്യ ബന്ധം അംഗീകരിക്കാൻ ചൈനയ്ക്കാകുമോ എന്ന സംശയം ശക്തമാണ്. അതിനിടയിൽ റഷ്യയെ ഇൻഡോ പസഫിക് ജിയോപൊളിറ്റിക്സ് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഇന്ത്യ കൂടുതൽ വഴുതി വീഴുകയോ ചെയ്യുകയല്ലാതെ ചൈനയ്ക്ക് മറ്റു വഴികളൊന്നും ഇല്ല എന്നൊരു വാദവും ഉയരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഉക്രൈനിലെ തുടരുന്ന യുദ്ധം, ഇസ്രായേൽ ഹമാസ് സംഘർഷം, മിഡിൽ ഈസ്റ്റേൺ സംഘർഷത്തിലെ പ്രധാന പോരാളിയായ ഇറാനിലെ രാഷ്ട്രീയ അസ്ഥിരത, തായ്വാനുമായുള്ള ചൈനയുടെ യുദ്ധക്കളികൾ എന്നിവയാൽ ലോകം ശ്രദ്ധ തിരിക്കുന്ന സമയത്താണ് ഈ വാദങ്ങളും ഉയർന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അതേപോലെ തന്നെ ഈ സംഘടനകളിലെല്ലാം അവഗണിക്കപ്പെടുന്നത് യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ ഇന്ത്യ ചൈന തർക്കമാണ് എന്നതാണ് മറ്റൊരു കാര്യം. നിരവധി ഇന്ത്യൻ പ്രദേശങ്ങൾ തങ്ങളുടേതാണെന്നാണ് ചൈന അവകാശപ്പെടുന്നത്. അതിപ്പോഴും തുടരുകയാണ്. ഇന്ത്യയും ചൈനയും 2020 മുതൽ ആവർത്തിച്ചുള്ള ഏറ്റുമുട്ടലുകൾ നടത്തിയിരുന്നു. അപ്പോൾ എങ്ങും എത്താതെ തർക്കം കനക്കുകയാണ്. പിരിമുറുക്കം കൂട്ടിക്കൊണ്ട് മെയ് 27-ന് ചൈന 6 J-20 സ്റ്റെൽത്ത് വിമാനങ്ങൾ ടിബറ്റിലെ ഷിഗാട്സെ എയർബേസിലേക്ക് മാറ്റിയതായി ഉപഗ്രഹ ചിത്രങ്ങൾ കാണിക്കുന്നുണ്ട്. ഷിഗാട്സെ 12,000 അടിയിലധികം ഉയരത്തിൽ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള വിമാനത്താവളങ്ങളിൽ ഒന്നാണ്. ഇന്ത്യയുടെ സിക്കിം അതിർത്തിയിൽ നിന്ന് 150 കിലോമീറ്റർ അകലെയാണിത്. തന്ത്രപ്രധാനമായ സിക്കിം ഭൂട്ടാൻ ടിബറ്റ് ട്രൈ ജംഗ്ഷനിൽ ഡോക്ലാമിന് സമീപമാണ് ഇത്. ഏറ്റവും പുതിയ ചൈനീസ് നീക്കത്തെക്കുറിച്ച് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയം പ്രതികരിച്ചിട്ടില്ല എങ്കിലും ഷിഗാട്സെ ഇന്ത്യൻ വ്യോമസേനയുടെ ബംഗാളിലെ ഹസിമാരിലെ താവളത്തിൽ നിന്ന് ഏകദേശം 300 കിലോമീറ്റർ അകലെയാണ്. ജിബോട്ടിയിലെ താവളത്തിലൂടെയും പാകിസ്ഥാനിലെ ഗ്വാദ്വാറിലെ സാന്നിധ്യത്തിലൂടെയും ചൈന ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്വാധീനം വളർത്തുന്നത് തുടരുകയാണ്. ഏഡൻ ഉൾക്കടൽ മുതൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ വരെയുള്ള സാമ്പത്തിക മേഖലയുടെ സുരക്ഷയും പ്രൊജക്ഷൻ പവറും നിലനിർത്താൻ ഇന്ത്യ ശ്രമിക്കണമെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അമേരിക്കയെ തറപറ്റിക്കാനാണ് ചൈന റഷ്യയെ വിടാതെ പിടിച്ചിരിക്കുന്നത്, അത് വ്യക്തമാണ്. ഈ യുദ്ധക്കളങ്ങളിൽ ലോകത്തിലെ ഏറ്റവും വഞ്ചനാപരമായ ചൈനയുടെ ശക്തിക്കെതിരെ ഇന്ത്യ പോരാടേണ്ടത്, ഒറ്റക്കെട്ടായി നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. ചൈനയെ ചെറുക്കുന്നതിനും റഷ്യയെ നിലനിർത്തുന്നതിനും റഷ്യയിൽ കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്നതിലും ഇന്ത്യയിലെ പുതിയ സർക്കാരിന് കടുത്ത പോരാട്ടമുണ്ട് എന്നതും ഉറപ്പാണ്. ഇന്ത്യ റഷ്യ ബന്ധത്തിലെ ഒരു ശകുനിയായി തന്നെയാണ് ചൈനയെ നോക്കിക്കാണേണ്ടത്. കാരണം ചൈന ഇന്ത്യക്കുതകുന്ന രീതിയിൽ, ഇന്ത്യക്ക് മേന്മ വരുന്ന രീതിയിൽ ഒന്നും ചെയ്യില്ല. മറിച്ച് ഇന്ത്യയുമായുള്ള ബന്ധം തകർക്കാൻ മറ്റു രാജ്യങ്ങളെ പ്രേരിപ്പിക്കുന്നതിൽ ചൈന മുന്നിലുണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ റഷ്യ ചൈന കൂട്ടുകെട്ട് ഇന്ത്യക്ക് പാരയാകുമോ എന്ന സംശയത്തിന് ചൈനയെ മുൻനിർത്തി ധാരാളം വസ്തുതകളുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ചൈന പല കളികളും ഇന്ത്യയെ തോൽപ്പിക്കാനായി അല്ലെങ്കിൽ ഇന്ത്യയിൽ പ്രകോപനമുണ്ടാക്കാനായി ചെയ്യും എന്നതും ഉറപ്പാണ്. എന്തായാലും ഇന്ത്യ ശക്തമായ നിരീക്ഷണത്തിൽ തന്നെയാണ്. ചൈനയുടെ നീക്കങ്ങളെ ജാഗരൂകരായി തന്നെയാണ് ഇന്ത്യ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്.